മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിങ്ങും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. കമോഡിറ്റി മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്ന് വീണ്ടും മുന്നേറാണ്. ഗോൾഡ്, സിൽവർ, സിങ്ക്, പ്ലാറ്റിനം ഈ കമോഡിറ്റികളാണ് ഇന്ന് മോർണിംഗിൽ മുന്നേറുന്നത്. അതേസമയം ബ്രന്റ് ക്രൂഡ് ഓയിൽ താഴെ വന്നിട്ടുണ്ട്. 95.21 പെർ ബാരലായിരുന്നു വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ $91 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. ഇറാനെതിരെ വലിയ രീതിയിലുള്ള സാങ്ഷൻസ് ഒക്കെ കൊണ്ടുവരുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ബ്രന്റ് ക്രൂഡ് ഓയിൽ താഴെ വന്നിരിക്കുന്നത്. ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതേസമയം ഏഷ്യയിൽ മറ്റു മാർക്കറ്റുകളെല്ലാം ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ചിപ്പ് റിലേറ്റഡ് സ്റ്റോക്കുകൾ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മോർണിംഗിൽ ഏഷ്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. സാംസങ് ഇലക്ട്രോണിക്സ് അറൗണ്ട് 8% താഴെയാണ് സൗത്ത് കൊറിയയിൽ ട്രേഡ് ചെയ്യുന്നത്. സാംസങ് ഇലക്ട്രോണിക്സ് മാനേജ്മെൻറ്റ് ഷെയർ ഹോൾഡേഴ്സിന് $81 ബില്യൺ വർത്ത് ഡിവിഡൻഡ്, അതുപോലെ തന്നെ ബൈബാക്ക് ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഒരു മൈനർ സെല്ലിംഗ് പ്രഷർ സാംസങ് ഇലക്ട്രോണിക്സിലുള്ളത്. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും സാംസങ് ഇലക്ട്രോണിക്സ് മുന്നേറിയേക്കാം. അമേരിക്കയിൽ നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ള വന്നിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ എൻവിഡിയ അവരുടെ പുതിയ പ്രോസസ്സറിനൊക്കെ പ്രൈസ് ഇൻക്രീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 15% പ്രൈസ് ഇൻക്രീസ് ആണ്. ഒപ്പം എൻവിഡിയയുടെ ക്വാർട്ടർലി റിസൾട്ട് ബുധനാഴ്ചയാണ് അനൗൺസ്മെൻറ്റ് വരുന്നത്. ഈ റിസൾട്ടിന് ശേഷമുള്ള ഗൈഡൻസിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കാം എൻവിഡിയ സ്റ്റോക്ക് പ്രൈസിൽ റിസൾട്ടിന് ശേഷം കാണാൻ പോകുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് Q2 റിസൾട്ടുകൾ എൻവിഡിയയുടെ. അതിനനുസരിച്ച് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. അതേസമയം US ഫെഡ് ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് ബോണ്ട് ബൈബാക്ക് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ഒരു ആൻസർ അല്ല ഇപ്പോഴത്തെ ബോണ്ട് yield കൂടുന്നതിനെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഒപ്പം ഹെഡ്ജ് ഫണ്ടുകൾ വലിയ രീതിയിലാണ് US ഡോളർ ഷോർട്ട് സെല്ലിംഗ് നടത്തിയിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെയുണ്ട്. തീർച്ചയായിട്ടും US ഡോളറിൻ്റെ മൂവ്മെൻറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റുകളൊക്കെ ഉണ്ടാക്കാറുണ്ട് പല മാർക്കറ്റുകളിലും. എന്നിരുന്നാലും ഇന്ത്യനെ സംബന്ധിച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. അപ്പോൾ ഇന്ന് മോർണിംഗിൽ ഏഷ്യൻ മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി വീക്കാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ബെറ്റർ ഓപ്പണിങ്ങും പോസിറ്റീവ് ബയാസ് ആണ്. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് നമ്മൾ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ IPO മാർക്കറ്റ് നല്ല ആക്ടിവിറ്റീസാണ് IPO മാർക്കറ്റിലുള്ളത്. ഓൾറെഡി ഓപ്പൺ ആയിട്ടുള്ള മെയിൻ ബോർഡ് IPOs ഉണ്ട്. ടെംസൺ ഇൻസ്ട്രുമെൻറ്റ്സ് ലിമിറ്റഡ് സെക്കൻഡ് ഡേ 21.69 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഗ്ബോണ്ട് എൻ്റർപ്രൈസസ് ഫസ്റ്റ് ഡേ 2.88 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ നേടിയിട്ടുണ്ട്. ഈ 2 IPOസും നല്ല രീതിയിലുള്ള ഓവർ സബ്സ്ക്രിപ്ഷൻ നേടാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ആരംഭിക്കുന്ന 3 മെയിൻ ബോർഡ് IPOs ഉണ്ട്. ഈ 3 മെയിൻ ബോർഡ് IPOസും ഞാൻ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുകയാണ്. സ്കൈവേസ് എയർ സർവീസസ് ലിമിറ്റഡ് ആണ് ഒരു IPO. 1984 ഫോം ചെയ്തിട്ടുള്ള കമ്പനിയാണ്. എയർലൈൻ ലോജിസ്റ്റിക്സ് രംഗത്തുള്ള കമ്പനിയാണ്. 138 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്, 10 രൂപയാണ് ഫേസ് വാല്യൂ. നല്ലൊരു IPO ആണ്. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിം കിട്ടിയേക്കാം. അതോടൊപ്പം തന്നെ ഹൈടെക് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ഉണ്ട്. ഈ IPO നല്ലൊരു IPO ആണ്. 53 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്, 5 രൂപയാണ് ഫേസ് വാല്യൂ വരുന്നത്. ഹൈഡ്രോളിക് ഫിറ്റിംഗ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. 1978 ഫോം ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. മൂന്നാമത്തെ മെയിൻ ബോർഡ് IPO സിംബയോട്ടിക് ഫാർമ ലാബ് ലിമിറ്റഡ് ആണ്. 2002 ഫോം ചെയ്തിട്ടുള്ള ബയോടെക് കമ്പനിയാണ്. ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് ആണ് മേജർ പ്രൊഡക്റ്റുകൾ. 988 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്, 2 രൂപയാണ് ഫേസ് വാല്യൂ. ഇതിൻ്റെ ഇക്വിറ്റി ക്യാപിറ്റൽ ആഫ്റ്റർ IPO 12.64 കോടി രൂപയുള്ളൂ. അപ്പോൾ ഈ 3 മെയിൻ ബോർഡ് IPOസിലും അപ്ലൈ ആവുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിം കിട്ടാനുള്ള സാധ്യതകളുണ്ട്. SMEയിൽ 5 IPOs ഓപ്പൺ ആവുന്നുണ്ട്. SME IPOs നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന IPOs ഓപ്പൺ ആവുന്നത് 25-ാം തീയതി നാളെയാണ്. മറ്റൊരു IPO 27-ാം തീയതിയാണ് ഓപ്പൺ ചെയ്യുന്നത്. അതാത് ദിവസങ്ങളിൽ നമ്മൾ അതിൻ്റേതായ സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് നൽകുന്നതായിരിക്കും.
അതോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നോക്കുകയാണെങ്കിൽ സി എൻ്റർടൈൻമെൻറ്റ് ലിമിറ്റഡിൽ പ്രൊമോട്ടറിൽ നിന്ന് ഫണ്ട് റേസിംഗ് നടത്തിയിട്ടുണ്ട്. വാറൻസ് ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. 20.94 കോടി വാറൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 3144 കോടി രൂപയാണ് റേസ് ചെയ്തിരിക്കുന്നത്. 126 രൂപയ്ക്കാണ് ഈ വാറൻ്റ് ഷെയർ ആയിട്ട് അടുത്ത 18 മാസത്തിനുള്ളിൽ കൺവേർട്ട് ചെയ്യുന്നത്. പോസിറ്റീവ് റിപ്പോർട്ടാണ്. അതോടൊപ്പം തന്നെ അടുത്ത 1-2 വർഷത്തിനുള്ളിൽ സെബി റിലേറ്റഡ് ബാനുകളിൽ നിന്നൊക്കെ സി എൻ്റർടൈൻമെൻറ്റ് മുക്തി നേടുക തീർച്ചയായിട്ടും പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ലോങ് റണ്ണിൽ നൽകാൻ പോകുന്നത്. L&Tയുടെ ഓർഡർ ബുക്ക് കഴിഞ്ഞ ഒരു മാസം 1.4 ലക്ഷം കോടി രൂപ ആഡ് ചെയ്തിരിക്കുകയാണ്. 9 ലക്ഷം കോടി രൂപ ഓർഡർ ബുക്ക് ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം ഓർഡേഴ്സ് ഇൻ ദ പൈപ്പ് ലൈൻ ആണ് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസാണ് L&Tനെ സംബന്ധിച്ച്. മറ്റ് പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള സ്റ്റോക്കുകളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ജൂബിലൻറ്റ് ഫാർമ നോവ, അതുപോലെ തന്നെ GRSE, അതോടൊപ്പം തന്നെ TD പവർ സിസ്റ്റംസ് ഇന്ന് മുതൽ എക്സ് ബോണസ് ആവാണ്. 1:1 ആയിരുന്നു ബോണസ്, ഇന്ന് മുതൽ എക്സ് ബോണസ് ആണ്. അതായത് ഇന്ന് മുതൽ വാങ്ങുന്ന ഇൻവെസ്റ്റേഴ്സിന് ബോണസ് ഷെയർസ് ലഭിക്കില്ല. വോഡാഫോൺ ഐഡിയ, ആദിത്യ ബിർള ഗ്രൂപ്പ് ഗ്യാരണ്ടി കൊടുക്കുകയാണെങ്കിൽ SBIയിൽ നിന്നുള്ള ലോണുകളൊക്കെ പാസ്സാവും. ഈ ഇവൻ്റ് ഒന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും. ഇത്തരത്തിൽ വോഡാഫോൺ ഐഡിയയ്ക്ക് ലോൺ ലഭിക്കുകയാണെങ്കിൽ വോഡാഫോൺ ഐഡിയയുടെ സ്റ്റോക്ക് പ്രൈസിലൊരു മൂവ്മെൻ്റ് ഒക്കെ കണ്ടേക്കാം. പോസിറ്റീവ് മൂവ്മെൻ്റാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം അക്യൂട്ടാസ് കെമിക്കൽസ് 212 കോടി രൂപയുടെ എക്സ്പാൻഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പുതിയ ഇലക്ട്രോണിക് ഗ്രേഡ് കെമിക്കൽസ് ഉണ്ടാക്കാനാണ്. ഇന്നോവ ക്യാപ്ഡാബ് 45 കോടി രൂപയുടെ എക്സ്പാൻഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ പ്രീമിയർ എക്സ്പ്ലോസീവ് അപ്പോളോ മൈക്രോസിസ്റ്റത്തിൽ നിന്നുള്ള ഓപ്പൺ ഓഫർ സെബി അലവ് ചെയ്തിട്ടുണ്ട്. 698 രൂപ പെർ ഷെയറിനാണ്. പോസിറ്റീവാണ് പ്രീമിയർ എക്സ്പ്ലോസീവിനെ സംബന്ധിച്ച്. ക്രാഫ്റ്റ്മാൻ ഓട്ടോമേഷൻ ജർമ്മനിയിൽ ഒരു സബ്സിഡിയറി ഫോം ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസുള്ള മറ്റൊരു സ്റ്റോക്ക് എൻവിറോ ഇൻഫ്ര എനർജിയാണ്. ഇതോടൊപ്പം തന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ് ന്യൂസുള്ള പല സ്റ്റോക്കുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് വലിയ രീതിയിൽ വഷളാവുകയാണെങ്കിൽ മൈനർ നെഗറ്റീവ് റിയാക്ഷനൊക്കെ നമ്മുടെ മാർക്കറ്റിലും കണ്ടേക്കാം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേജർ ഇവൻ്റ് എല്ലാവരും വാച്ച് ചെയ്യേണ്ട ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് ഇറാൻ റീസെൻ്റായിട്ട് ഫോം ചെയ്തിട്ടുള്ള ഇസ്ലാമിക് നാറ്റോ സഖ്യത്തിൽ ചേർന്നേക്കുമെന്നുള്ളൊരു ഇൻ്റർനാഷണൽ റിപ്പോർട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റൊക്കെ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ സെഗ്മെൻറ്റിൽ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അതിൻ്റേതായ ഇമ്പാക്റ്റുകൾ പല രാജ്യങ്ങളിലും പല വൊളാറ്റിലിറ്റിയൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ന്യൂസ് ഒന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും. ഒപ്പം മിനിഞ്ഞാന്ന് മുതൽ ചൈനയിലെ വേൾഡ് ഹ്യൂമനോയിഡ് റോബോട്ടിക് ഗെയിംസ് സെക്കൻഡ് എഡിഷനാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. സെക്കൻഡ് എഡിഷൻ തുടങ്ങിയിട്ടുണ്ട്. 26-ാം തീയതി വരെയാണ്. 51 ഇവൻറ്റുകളാണുള്ളത്. അതുപോലെ തന്നെ 1301 കോമ്പറ്റീഷൻസ് ഉണ്ട്. 2056 റോബോട്ടുകളാണ് ഈ ഹ്യൂമനോയിഡ് റോബോട്ടിക് ഗെയിമുകളിൽ പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇവൻ്റാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് ഈ ഇവൻ്റ് 666 ടീംസാണ് പങ്കെടുക്കുന്നത്. വേൾഡ് ഓവർ, അതായത് പല രാജ്യങ്ങളിൽ നിന്നുള്ള 2056 റോബോട്ടുകൾ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ഫസ്റ്റ് എഡിഷനായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 138% ടീമുകളുടെ എണ്ണത്തിൽ വന്നിട്ടുള്ള വർധനവ്. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് 100 മീറ്റർ ഓട്ടത്തിൽ ഉസൈൻ ബോൾട്ട് സ്ഥാപിച്ചിരുന്ന റെക്കോർഡ് 9.58 സെക്കൻഡിനുള്ളിലാണ് ഉസൈൻ ബോൾട്ട് 100 മീറ്റർ ഓടിയെത്തിയത്. ഹ്യൂമനോയിഡ് റോബോട്ട്, ചൈനയിൽ നിന്നുള്ള ഹ്യൂമനോയിഡ് റോബോട്ട് 9.39 സെക്കൻഡിൽ ഓടിയെത്തി ഉസൈൻ ബോൾട്ടിൻ്റെ റെക്കോർഡിനെ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇവൻ്റാണ് ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ ഈ ഗെയിംസിൽ ധാരാളം പരേഡുകൾ, ധാരാളം മത്സരങ്ങൾ, ഫുട്ബോളുണ്ട്, ധാരാളം മത്സരങ്ങൾ. ഒപ്പം പലതരത്തിലുള്ള ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഹോസ്പിറ്റാലിറ്റി രംഗത്തേക്ക്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ രംഗത്ത്, ഫാർമസ്യൂട്ടിക്കൽ രംഗത്തൊക്കെ ഉപയോഗിക്കുന്ന റോബോട്ടുകളുടെയൊക്കെ എക്സിബിഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഹ്യൂമനോയിഡ് റോബോട്ടിക് ഗെയിംസിൽ നിന്ന് വരുന്ന ന്യൂസുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള കമ്പനികളുണ്ടെങ്കിൽ, ആ കമ്പനികളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ ആ സ്റ്റോക്കുകളിലൊക്കെ ഒരു പക്ഷേ ഒരു മൂവ്മെൻറ്റ് കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഇവൻ്റ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും.
ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. അപ്പം നമ്മൾ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു പോസിറ്റീവ് ഓപ്പണിങ്ങും പോസിറ്റീവ് ബയാസും അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. എല്ലാവരും ജിയോ പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് ഒന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഡിസിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യനെ സംബന്ധിച്ച്, ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച്, മറ്റ് പല മാർക്കറ്റുകളെ സംബന്ധിച്ചും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.